ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം വൈകി എണീറ്റോന്നല്ല കേട്ടോ അത്. എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് ആദ്യം നിന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി പണികൾക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്ന് എന്താ പറയുക, കാക്കുന് പണിയില്ല, അപ്പോൾ പിന്നെ ആക്കും പോലെയൊക്കെ ചെയ്താൽ മതിയല്ലോ പണികൾ. അതായത് ചോറും കൂട്ടാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നേരം വൈകി ചെയ്താൽ മതി എന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കുറച്ച് എന്താ പറയുക ആദ്യം തന്നെ എഡിറ്റിങ്ങിനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ പറയുക അടുപ്പ് എത്തിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ചോറും അതേപോലെ ഉപ്പേരിയും കറിയും ഒക്കെ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ അവിടുത്തെ പാത്രങ്ങളൊക്കെ മാറ്റുകയാണ്. നമുക്ക് സ്ഥല സൗകര്യം കുറവായതിനാൽ എന്താ പറയുക, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ വിറകെടുക്കാൻ പോയി കിട്ടും. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6:45 7 മണീൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെയിൽ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വിറകൊക്കെ എടുത്ത് കൊടുന്നിട്ട് എന്താ പറയുക അടുപ്പ് കത്തിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അടുപ്പ് കത്തിക്കണതാണ് സത്യത്തിൽ പിരാന്തുള്ള പണി. ചിലപ്പോൾ കത്തിപ്പിടിക്കും, ചിലപ്പോൾ അങ്ങനെ പിന്നാലെ നടക്കേണ്ടി വരും കേട്ടോ എൻ്റെ. അപ്പോൾ ഇത് നമ്മൾ കത്തിക്കാനുള്ള പുറപ്പാടാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമ്മൾ വിജയകരമായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതാണ്. കാരണം നമുക്കിത് എന്താ പറയുക ശീലമായത് തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക അടുപ്പൊക്കെ കത്തിച്ചിട്ട് നേരെ കറി വെക്കാനോ അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കുകയാണ്. അങ്ങനെ ഉപ്പേരി വെക്കാൻ ബീട്രൂട്ട് അല്ല വാഴക്ക, അതേപോലെ അല്ല പച്ചവാഴക്ക കേട്ടോ, അതും അതേപോലെ കറി വെക്കാൻ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പരിപ്പൊക്കെ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ അടുപ്പപ്പോത്തിന് നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു. അതായത് നമ്മൾ ചുടുവെള്ളത്തിന് കുറച്ച് വെള്ളം ഇന്ന് മുക്കാണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമാവും അത് എന്താ പറയുക തിളച്ച് കിട്ടാൻ വെള്ളം. അങ്ങനെ നമ്മൾ കറി വെക്കാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങ ചെത്തുകയാണ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറുക്കനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവന് അത്ര നേരം എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബേക്കിൽ വന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുമ്പളങ്ങ ഇരിഞ്ഞ പടത്തിന് ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി പോയിട്ടോ. പക്ഷെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ആ ടൈമിൽ വിറക് കത്തിക്കാത്തതുകൊണ്ട് കെട്ടുപോയി അടുപ്പ്. പിന്നെ അത് രണ്ടാമത് നന്നായിട്ട് പണിയെടുക്കേണ്ടി വന്നു. കാരണം അങ്ങോട്ട് കെട്ടു കേട്ടോ. കാരണം അത്ര നേരം ഞാൻ അവനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ആകെ പുകയും എന്താ പറയുക ഭയങ്കര ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വാഴക്ക അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ വിളിച്ചത്. അതുകൊണ്ട് തന്നെ പകുതി വാഴക്ക ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മോർണിംഗ് വ്യൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വീഡിയോസിലും കാണുന്നതാണ് ഈ ഒരു വ്യൂ. പിന്നെ എൻ്റെ ചെടികൾ മറ്റേ ഈ മഷിത്തണ്ട് തന്നെ ഒന്നും അല്ലേ, അത് 2 കുപ്പിയിട്ട് നന്നായിട്ട് എന്താ പറയുക സെറ്റായി നിൽക്കുന്നുണ്ട്. എന്താ പറയുക വാടിയിട്ടോ ഒന്നുമില്ല, കുറേ ദിവസമായിട്ടോ. പക്ഷേ ഒന്ന് മാത്രം വാടിപ്പോയി. എന്താണെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു അത് വാടിയിട്ട് തന്നെയാണ് ഞാൻ പറിച്ചത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം എന്താ പറയുക വലുതായിട്ട് ബെഡ്ഷീറ്റ് അങ്ങനെ വിരിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. എന്താ പറയുക ഇത് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ പോയ ഒരു 10 മിനിറ്റൊക്കെ നിൽക്കുള്ളൂ. അതിന് ശേഷം അതിൻ്റെ ചെറുക്കിന് വന്നുകൊണ്ട് അത് വലിച്ച് എന്താ പറയുക ഓരോ സൈഡ് ഇങ്ങനെ പൊന്തിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പൊള്ള വരുമല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് അവൻ ആകെ വലിച്ച് അങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെറുതെ വൃത്തിയാക്കുകയാണ്. എന്നാലും നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ യാതൊരു മൂഡും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് അടിച്ചൊരു തുടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയറായി കിടക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക അതിനോട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല പണിയെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പുതപ്പൊക്കെ മടക്കി വെച്ച് ഒക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, സുഖമാണ് കാണുമ്പോൾ കേട്ടോ. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നേരെ വീണ്ടും അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് കണ്ണാടി കണ്ടാൽ പിന്നെ വെറുതെ വിടില്ലല്ലോ, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ എന്താ പറയുക ഒരു മിറർ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയിട്ടു. അപ്പോൾ
ഇന്ന് കുറച്ച് പരിഷ്കാരിയാണ്. ഐ മീൻ എന്താ പറയുക, മുട്ടയിൽ മറ്റേ ബ്രെഡ് പൊരിക്കുമല്ലോ, അതാണ്. അത് വലിയ പരിഷ്കാരത്തരമൊന്നും അല്ല, എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ അത് ഏകദേശം അതാണ് തോന്നുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ. അങ്ങനെ എന്താ പറയുക, നമ്മൾ മുട്ടയൊക്കെ കലക്കി, അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ബാക്കി നമ്മൾ കുടിക്കാൻ മുക്കി വെച്ചിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ അരി ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി എന്താ പറയുക ചായക്കടി ഉണ്ടാക്കാൻ വന്നത് കേട്ടോ. അങ്ങനെ അതേ മുട്ടയിൽ ബ്രെഡൊക്കെ നന്നായിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ പൊരിക്കാൻ നിൽക്കുകയാണേ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക രണ്ടെണ്ണം വീതമാണ് പൊരിച്ചത്. അതുകൊണ്ട് തന്നെ കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. എന്താ പറയുക, ഫസ്റ്റത്തെ തന്നെ കരിഞ്ഞു പോയി ചെറുതായിട്ട്. അതെന്ന് വെച്ചാൽ ചെറുക്കനപ്പോൾ ഇതിന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ നോക്കണം. അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങോട്ട് എന്താ പറയുക പാളിപ്പോയി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കണ്ടാൽ തന്നെ അറിയില്ലേ, കരിഞ്ഞ് ഒന്ന് മാത്രം കേട്ടോ. മറ്റേത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പോഴത്തിന് ചോറ് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ കറി തീമച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ കടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കറി ഉണ്ടാക്കുന്നിടത്ത് പൊടികളൊന്നൊക്കെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും അടുക്കളയിൽ കയറുമ്പോൾ എന്താ പറയുക നെട്ടോട്ടാണല്ലേ സത്യത്തിൽ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ ചായ കുടിക്കാൻ പോയി. അപ്പോൾ അത് ചെറുക്കൻ ഇപ്പോൾ മാഷാ അല്ലാഹ് ഒരു പ്രശ്നമല്ല, അവൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നതൊക്കെ കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഒന്ന് വാരി കൊടുത്താൽ മതി. വേണമെങ്കിൽ മീൻസ് ഭയങ്കര കളിയിലാണെങ്കിൽ വാരി കൊടുക്കുക എന്നല്ലാണ്ട് അവന് നമ്മളപ്പോൾ രാവിലെ എന്താ പറയുക പല്ലൊക്കെ തേച്ച് നമ്മളെ കൂടെ തന്നെ വന്നിരിക്കും, നമ്മളെ കൂട്ടത്തിൽ വന്നിരിക്കും കേട്ടോ. ചോറും രാവിലെ ഉച്ചക്ക് അങ്ങനെയാണ്. പിന്നെ 10 മണിക്കുള്ള കഞ്ഞി ഞാൻ വാരി കൊടുക്കും. കാരണം അത് അവന് അങ്ങനെ ഇതില്ല, കഞ്ഞി കുടിക്കും. പക്ഷേ എന്ന് വെച്ചാൽ അവനതീത വെള്ളം മാത്രമായിട്ടോ കുടിക്കുക. അങ്ങനെ നമ്മൾ ചായ കുടിച്ച പാത്രം ഇതൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകുകയാണ്. പിന്നെ അതേ മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുപ്പിയിലോട്ട് ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് കുപ്പി ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെയാട്ടോ കുപ്പി കഴുകുക. കാരണം ഒരു പൊടി എന്ത് സാധനമാണെങ്കിലും അത് കഴിയുമ്പോൾ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ടേ നമ്മൾ പിന്നെ അടുത്ത എന്താ പറയുക അതിലോട്ട് പൊടികളോ എന്തായാലും ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കുപ്പി നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയത് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. എന്താ പറയുക കുറേ ആയി വാങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തിലേറെ ആയി. അപ്പോൾ എന്നിട്ടും ഇതിന് പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. കളർ പോലും മങ്ങിയിട്ടില്ല. കുപ്പീൻ്റെ അടപ്പും എല്ലാം നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ പാത്രമൊക്കെ കഴുകി നേരെ അടിച്ചു വരാൻ പോയിട്ടോ. ഇപ്പുറമൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയാണ് കേട്ടോ. വീടിൻ്റെ അകമായാലും സിറ്റൗട്ടായാലും എല്ലാ ഭാഗങ്ങളും. കാരണം എന്താ വെച്ചാൽ പണി മറ്റേ ക്വാർട്ടേഴ്സും ഇതൊക്കെ കയറ്റുകയാണ്. അപ്പോൾ പിന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞുകൊടുക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇതുണ്ട് കേട്ടോ. പിന്നെ ഈ ഉറുമ്പ് കാണുന്നത് ചെറുക്കര് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ ഇവിടെയും ചിലപ്പോൾ കൊണ്ടുവന്നിടും. അതായത് മിഠായി ആയാലും വേറെ എന്തെങ്കിലുമൊക്കെ ആയാലും ചിലപ്പോൾ നമ്മളത് കാണൂല. അപ്പോൾ കാണാത്തവ നേരെ വെളുക്കുമ്പോഴത്തേന് ഉറുമ്പ് കൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ തട്ടിക്കളഞ്ഞത് കേട്ടോ അവിടെ. പിന്നെ ഇത് നമ്മൾ അപ്പോൾ ഇതിന് കറിയായി, ഉപ്പേരിയായി. പിന്നെ നമ്മൾ നല്ല അവിടെയൊക്കെ ക്ലീനാക്കി വെച്ചു കേട്ടോ. പിന്നെ അത് നമ്മൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടിയവന്. അങ്ങനെ അത് നമ്മളൊന്ന് ക്ലീനാക്കി അതിൻ്റെ മുമ്പ് തന്നെ അതിലോട്ടുള്ള എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചു കേട്ടോ. നമ്മൾ മറ്റേ വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, അതുണ്ടാക്കാനാണ് നിന്നത്. പക്ഷേ നമ്മളുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനത്തെ നമ്മൾ മീനൊക്കെ നന്നാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഈ പണി കഴിഞ്ഞപ്പോൾ തന്നെ 12-12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞ് നേരെ വന്ന് മീൻ പൊരിച്ചു, ഫുഡ് കഴിച്ചു, അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗവും ഇത് ക്ലീൻ ആക്കുകയാണ്. എനിക്ക് ഈ കൊട്ടത്തളം എപ്പോഴും എന്താ പറയുക പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഉണങ്ങി നിൽക്കണം കേട്ടോ എല്ലാ ഭാഗവും. ഒരു തുള്ളി വെള്ളം എനിക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ മീൻ നന്നാക്കിയാൽ പിന്നെ തീരെയും പറ്റില്ല. അതായത് നന്നായിട്ട് ഞാൻ ഒരച്ച കഴുകി വൃത്തിയാക്കിയിട്ടേ അടുക്കളയിൽ നിന്ന് പോകുള്ളൂ. അതിന് എത്ര നേരം വൈകിയാലും ഏത് ഇതാണെങ്കിലും ഞാൻ അത് ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ അത് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പൈപ്പ് തിരിക്കുന്ന ഭാഗമല്ലേ, അതൊക്കെ കഴുകിയാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എല്ലാ ഭാഗവും തുടച്ചിടുകയാണ് കേട്ടോ. തുടച്ചിടുക മീൻസ് തിണ്ടും അതേപോലെ അകവും ഒക്കെ തുടച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു മീൻ പൊരിച്ചത് കേട്ടോ.
അടിപൊളി ടേസ്റ്റാണല്ലേ. ഇപ്പം ഞാൻ എപ്പോഴും ഈ ഒരു മീൻ പൊരി മാത്രമേ ഇങ്ങനെ മീൻ പൊരിക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ ചെറുക്കന് ഫുഡ് കൊടുത്തു. അവനൊറ്റയ്ക്ക് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവനൊറ്റയ്ക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഒപ്പം ഇരുന്ന് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല, കാരണം എനിക്ക് പേടിയാണ്, തൊണ്ടയിലൊക്കെ ഇതായാലും എനിക്ക് ആ ഒരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കും, എന്നിട്ട് അങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഉറങ്ങാൻ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.